നമ്മളെവിടെ പോവാ? വൈക്കത്ത് അമ്പലത്തില് വൈക്കത്ത് അഷ്ടമി നടക്കുവാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളെങ്ങോട്ട് പോവാ? വൈക്കത്ത്. എങ്ങനാ പോകുന്നേ? ജങ്കാറിലൊന്നും പോകത്തില്ല. നമ്മള് ബോട്ടിലാ പോകുന്നത്. വണ്ടിയോടെ കൊണ്ടിട്ടിട്ട് ബോട്ടിൽ പോകാൻ പറ്റും. ജങ്കാറിന് അവിടെ ചെന്നാൽ തിരക്കായിരിക്കും, നല്ല വെയിലായിരിക്കും. കുട എടുത്തായിരുന്നോ? കുട എടുത്തില്ലെങ്കിൽ നീ കരിവാളിച്ച് കൊട്ടമ്മനാകട്ടെ. തൊപ്പി ഉണ്ടായിരുന്നല്ലോ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് വന്നു. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മുടെ ബോട്ട് ജെട്ടിയിലോട്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തിലോട്ട് വേര് പടർത്തിയിരിക്കുന്നൊരു വൃക്ഷത്തെ കണ്ടോ? നല്ല രസമാണല്ലേ. കാർ പാർക്കിങ്ങിന് 50 റുപ്പീസ് വലിപ്പിക്കല. ഞങ്ങൾ ആ ബോട്ട് ജെട്ടിയിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളുകളുടെ ക്യൂ ആണിത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഇത്ര ആളുകളെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് കുറവാണ്, കഴിഞ്ഞ ദിവസം അങ്ങ് ജംഗ്ഷൻ വരെ ആൾ നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി. പക്ഷേ ഇരിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. പിന്നെ നമ്മുടെ പച്ചപ്പും ഹരിതാഭയും ഒക്കെ നമുക്കിങ്ങനെ കണ്ടു പോകാൻ പറ്റിയ ഒരു പ്ലേസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് നമ്മുടെ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലിൻ്റെ ഇപ്പുറം ചേർത്തലയും അപ്പുറം വൈക്കമാണ്, കോട്ടയം ജില്ലയാണ്. ആലപ്പുഴയും കോട്ടയവും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ളൊരു ബോട്ട് സർവീസ്. പക്ഷേ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. നമ്മൾ ഈ ആലപ്പുഴക്കാർക്ക് ഈ വള്ളവും ബോട്ടും ഒന്നും പുതുമയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതൊക്കെ നമ്മളെന്നും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഞാനങ്ങനെ എപ്പോഴും ബോട്ടിലൊന്നും യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ യാത്രകളിലൊക്കെയാണ് നമ്മൾ ബോട്ടിൽ കയറിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ അമ്പലത്തിലോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ നിറയെ സ്റ്റാളുകളാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ എല്ലാം നമ്മൾ നോക്കി വെച്ചിട്ടോ ഇനി തിരിച്ചു വരുമ്പോൾ വേണം ഇതൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ നോക്കി പോകുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ മടുത്തായിരിക്കും വരുന്നത്. അങ്ങനെ ഈ കൊല്ലത്തെ വഴി കഷ്ടപ്പെട്ടേ ഒരു നോക്കടാ അതിന് സമയത്താണ് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഓരോരുത്തരുടെ നടത്തത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഇതാണ്ട് വൈക്കത്തപ്പൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് കയറാനുള്ള നടയാണ് ആ കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഉച്ച സമയമായപ്പോഴത്തേക്കും നല്ല വെയിലായി, മണ്ണൊക്കെ നല്ല തിളച്ച് കിടക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഭക്തിയുടെ നിറവിലാവുമല്ലോ നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ അകത്തേക്കൊക്കെ കയറി ചുറ്റുമൊക്കെ പ്രദക്ഷിണമൊക്കെ വെച്ചു. പക്ഷേ അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ വെളിയിൽ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആനകളൊക്കെ ഇങ്ങനെ എഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 ആനകളുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ആനപ്പുറത്ത് തിടമ്പേറ്റി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ ശീവേലി നടക്കായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ തൊഴുതിട്ട് നമ്മൾ പതിയെ തിരിച്ചു. ഇതവിടെ നമ്മളിങ്ങനെ ഒരു വിശ്വാസമുണ്ട്, അവിടെ പോയി നന്ദികേശനോട് നമ്മുടെ ആഗ്രഹം പറഞ്ഞാൽ നടന്നു എന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോരുകയാണ്. അപ്പം നമ്മൾ ഓരോ സ്റ്റാളുകളിൽ കയറി പോകാമെന്ന് വിചാരിച്ച് ഓരോന്നായിട്ട് കയറുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ നല്ല കട്ട റേറ്റാണ് കേട്ടോ ഓരോന്നിനും. അപ്പോൾ അതുകൊണ്ട് വെറുതെ കാണാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നുമില്ല. കമ്മലൊക്കെ ചോദിച്ചപ്പോൾ 180 രൂപ 200 രൂപ. പിന്നെ ഇപ്പോൾ വാങ്ങിച്ചു തന്നെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നടന്ന് കണ്ട് അപ്പോഴത്തേക്കും വിശന്നപ്പം പിന്നെ അവൾക്കൂടെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കരിമ്പിൻ ജ്യൂസും ഒക്കെ കുടിച്ച് പിന്നെ അതാ ഈ കപ്പ് കണ്ടോ, ഇത് നല്ല ലാഭത്തിന് കിട്ടി കേട്ടോ. അങ്ങനെ അത് പോയി നോക്കി നല്ലത് നമ്മൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ് തിരിച്ചു പോവാം. അങ്ങനെ തിരിച്ച് നമ്മൾ വൈക്കത്തുള്ള ബോട്ട് ജെട്ടിയിലെത്തി. അവിടെ ഇനി കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെയും തിരക്കേടില്ലാത്ത തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കയറിയപ്പോൾ സീറ്റ് എന്തായാലും കിട്ടി. അങ്ങനെ സീറ്റിൽ കയറി നമ്മൾ ഇരിക്കുകയാണ്. ഒരുത്തിനപ്പോഴത്തേക്കും നല്ലതായിട്ട് ക്ഷീണിച്ചായിരുന്നു, വെയിലും കൂടെ ആയതുകൊണ്ട്. ഈ വെയിലത്ത് കായൽ കണ്ടോ, ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യത്തെ അഷ്ടമിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ശരി എന്നാൽ ടാറ്റ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്